പനിക്ക് ചികിത്സിക്കാൻ നല്ല ബെസ്റ്റ് ആശുപത്രി കാശ്മീരിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ, ആരാ നിങ്ങള്? അത് ശരി, കാശ് നിന്റെ കണ്ണ് മഞ്ഞളിപ്പിച്ചു അല്ലേ? ബന്ധുക്കളെ നിനക്ക് തിരിച്ചറിഞ്ഞൂടാ? ചിറ്റപ്പൻ, ജയൻ ചിറ്റപ്പൻ നീ മറന്നു അല്ലേ? നോക്ക്, നിന്നെ എടുത്തു വളർത്തിയ കൈകളാ, നിന്നെ മാമൂട്ടിയ കൈകളാ. അന്ന് നീ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു ദിവസം സ്കൂളിൽ പോകാൻ അമ്മാവ, ഞാനല്ല സതിക്കുഞ്ഞ്. സതിക്കുഞ്ഞ് പനിയായി മോളി കിടക്കുക. ഇത് നീ ആദ്യം പറയണ്ടായിരുന്ന? ആരാ? എന്തുവാ? അത് ശരി, ആരാ? എന്നോട് മക്കളെ സതി. ആരാ? നമുക്ക് മുംബൈ പോകുന്നത് പൂനെ വഴിയാക്കാം. എനിക്കവിടെ പോകണ്ട, അത്യാവശ്യമുള്ള കാര്യമുണ്ട്. ആരാ? ചോദിക്കണം, നീ അത് ചോദിക്കണം, നീ തന്നെ ചോദിക്കണം. 30 വർഷത്തിന് മുമ്പുള്ളൊരു ഞായറാഴ്ച, അന്ന് നിനക്ക് 4 വയസ്സ് പ്രായം. നീ ട്യൂഷൻ പഠിക്കാൻ പോകുന്നു. പോകുന്ന വഴിക്ക് ഒരു അരയാലുണ്ട്. ആ അരയാലിന്റെ പൊത്തിലിരുന്ന് പട്ടാപ്പകലൊരു കൂമൻ കൂമി. നീ ആ കൂമനെ പൊത്തിലൂടെ നോക്കി. അയ്യോ, എന്താ ഇത്? കൂമനെ നോക്കിയപ്പോ? ഓർമ്മിപ്പിക്കരുത്, അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന അധ്യായങ്ങളാ. ഇതെന്താ? നിനക്ക് പനി വന്നു. പനിക്ക് ചികിത്സിക്കാനായി ഇന്ത്യ മൊത്തം കറങ്ങുന്നു. അങ്ങനെ ഈ വാർത്ത പത്രത്തിൽ വായിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ആ പഴയ കാര്യങ്ങളാണ്. ഇല്ല, നിന്നെ ഒറ്റയ്ക്ക് എങ്ങനെ ഈ ചിറ്റപ്പൻ പനിക്ക് വിട്ടു കൊടുക്കില്ല. ഞാനും വരും ഡൽഹിക്ക്, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ആദ്യം ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് മതി ഭക്ഷണം കഴിക്കാൻ. ഈ പത്രം കണ്ടില്ലായിരുന്നു? അല്ല, പേരെന്താ പറഞ്ഞത്? ജയൻ. ഈ കുളിമുറി എവിടെയാണോ ആവോ, കണ്ടുപിടിക്കാം. ജയൻ ചിറ്റപ്പൻ. ഇതാരാണ്? ജയൻ. ഇതെന്റെ ടവല. നമ്മൾ നേടിയത് വല്ലതും നമ്മൾ കൊണ്ടുവന്നതാണോ? നഷ്ടപ്പെടുന്ന തോർത്ത്, ഇതുപോലുള്ള തോർത്ത്, ടവൽ, തോർത്ത്. നഷ്ടപ്പെടുന്ന തോർത്ത് നീ എന്തിനു ദുഃഖിക്കുന്നു? കുട്ടിയുടെ പേര് സൗഭാഗ്യവതി. കൊള്ളാം, ഡൽഹിക്ക് വരുന്നുണ്ടല്ലോ അല്ലേ? ആദ്യം ഞാനൊന്ന് കുളിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. കുട്ടി പോയിക്കോ, പോയി ജോലി ചെയ്തോ. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ വേണ്ട ഇങ്ങോട്ട് പോവാം. മാഡം പറഞ്ഞ കാര്യം, പനി ചികിത്സ ഭിലായില്. അതിന് ലീലാവതി പനി എന്ന് പറയുന്നല്ലാതെ പനിയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അസുഖം ഉണ്ടെന്ന് നഗര കമ്മിറ്റിക്ക് ബോധ്യപ്പെടണം. കുട്ടി, എനിക്ക് ആകെപ്പാട് പേടിയാവുന്നു. എന്താ അമ്മാവ? അല്ല, എന്റെ പ്രായത്തിലുള്ള മറ്റൊരു അമ്മാവൻ, അയാൾ വന്ന് കയറിയോടെ മുതല് എന്റെ മനസ്സിലൊരു ചഞ്ചലിപ്പ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഒരു ശൂരനാണ്. ആരെയും വകവെക്കാത്ത പ്രകൃതം, ആ തലയെടുപ്പ്, ചെറിയൊരു നിഷേധിത്തരം. ആണുങ്ങളായ ഇങ്ങനെ വേണം. ഇതിനാണ് വ്യക്തിത്വം എന്ന് പറയണത്. അയ്യോ കുട്ടി, അയ്യോ, ഞാനും ഭയങ്കര നിഷേധിയാ. ഞാനും ആരെയും വകവെക്കത്തില്ല. സത്യം പറയാം, അല്പം നിലവാരം താണ ഭാഷയെ പറഞ്ഞാൽ ഞാനൊരു തൊട്ടിയാ. തൊട്ടിയോ? തൊട്ടിയെന്ന് വെച്ചാ മഹാ തൊട്ടിയാ. ഒരു കാര്യമില്ലാതെ ഞാൻ കയറി തല്ലുണ്ടാക്കും. ആ സമയത്ത് എന്റെ തലയെടുപ്പൊന്ന് കാണണം. അയ്യോ, അമ്മാവനപ്പൊ തല്ലുണ്ടാക്കുന്ന പാർട്ടിയാണോ? തല്ലുണ്ടാക്കുന്നവരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. തല്ലുണ്ടാക്കാനോ? ഞാനോ? നന്നായി, ആൾക്കാർ എന്നെ തല്ലുന്ന കാര്യമാ ഞാൻ പറഞ്ഞ. അയ്യോ, ഞാനൊരു സൂപ്പർ തല്ലുകൊള്ളിയായിരുന്നു. എന്നെ കണ്ടാ മതി ആർക്കും ഒന്ന് തല്ലാൻ തോന്നുമെന്നാ പറയുന്നേ.
നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കും. അങ്ങോട്ട് പോകുന്നവരും ഇങ്ങോട്ട് പോകുന്നവരും വന്ന് തല്ലിയിട്ട് പോവും. ഹോ, അതൊക്കെ ഒരു കാലം. അയ്യേ, ആരാന്റെ കയ്യിൽ നിന്ന് തല്ലുണ്ട കാര്യമാണോ ഇങ്ങനെ മേനിയായിട്ട് പറയണത്? കുട്ടി പറ, കുട്ടിക്ക് ഇപ്പൊ ഏത് രീതിക്കാരെയാ ഇഷ്ടം? ഹലോ, എന്റെ റൂം എവിടാ? എന്തോന്നാ? അമ്മാവന് ചെവി കേട്ടൂടെ? സാറിന്റെ റൂം ഏതാന്നാ ചോദിച്ചത്. വയസ്സായ ഇങ്ങനെയാ, ചെവി കേട്ടൂടെ? ആണോ? കുട്ടി ദാ ഇത് പിടിച്ചോ. കുട്ടി വന്നൊന്ന് കാണിച്ചു തരും. നടന്നോളൂ, കാണിച്ചു തരാം. കുട്ടി അപ്പോ നമുക്ക് ചുറ്റാനൊന്ന് പോകാം. ഇപ്പൊ തന്നെ ചുറ്റി തുടങ്ങി. അല്ല അമ്മാവാ, ചിറ്റപ്പൻ. അല്ല പിന്നെ അതെ, അതെങ്ങനെയാ ബന്ധം? നിന്റെ അച്ഛന്റെ നേരെ മൂത്തത് ആരാ? സുദേവൻ വല്യച്ഛൻ. സുദേവൻ. സുദേവന്റെ രണ്ടാമത്തെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു സുഭാഷ്. സഭാഷ്. ആ സുഭാഷിന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ അനിയന്റെ അളിയൻ. എന്താ അവന്റെ പേര്? അത് വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. എന്നാ കേട്ടോ, നാരായണൻ. അതാരാ? അവന്റെ നേരെ മൂത്തത് മഹേശ്വരൻ പിള്ള. മഹേശ്വരൻ പിള്ളയുടെ വീടിന്റെ അയ്യോ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മാവൻ ചിറ്റപ്പൻ. 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 ചിറ്റപ്പൻ കഴിച്ചാട്ടെ, വയറും മനസ്സും നിറയും വരെ കഴിക്കണേ. വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അല്ല, സതി ചേച്ചി ആരായിട്ട് വരും? അനിയനായിട്ട് വരും. ആദ്യം സതി ചേച്ചി ഒന്ന് കാണട്ടെ. എന്നെ കാണുമ്പോ തന്നെ പകുതി ആശ്വാസമാകും. ഹലോ. ആരാ? ഇവിടെ. ഹലോ, ഗ്ലാസ് മീറ്റ് യു. അല്ല, നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല. മനസ്സിലായിട്ടില്ല? മനസ്സിലായില്ല? ഇല്ല. എന്നെ ആർക്കും മനസ്സിലായില്ല. സതി ചേച്ചി, സതി ചേച്ചി മാത്രമേ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. സതി ചേച്ചി, ചേച്ചി, സതി ചേച്ചി. ആരാ? എന്താ? അല്ല, ഇതല്ലേ സതി ചേച്ചി? നീ ആര്? അതാ നീ പറയണേ. ഞാൻ റാംജി. അപ്പൊ ഇത് തന്നെയാണ് സതി ചേച്ചി. പത്രത്തിലെ വാർത്ത കണ്ടപ്പോ മനസ്സിൽ നിന്ന് ഒരാളല്ലേ. ഓ, പിന്നെ പേഴ്സും എടുത്തില്ല, തുണി എടുത്തില്ല, വടി എടുത്തില്ല. പിന്നെ ഓട്ടോ കാശ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് അത് ഇവിടുന്ന് വാങ്ങേണ്ടി വന്നില്ല. അല്ല, നമ്മുടെ പേരെന്താന്നാ പറഞ്ഞേ? ഞാൻ പത്മകുമാർ. പത്മകുമാറേ, പത്മകുമാറിന്റെ ഷർട്ട് ലുങ്കിയൊക്കെ വേണ്ടി വരും. ഓ, എത്രയും പെട്ടെന്ന് വേണ്ടി വരും. ഞാൻ ചേഞ്ച് ചെയ്യാൻ ഡ്രസ് എടുത്തിട്ടില്ലെന്നേ. അപ്പൊ ദയർഫോർ നാളെയാണോ മറ്റന്നാളാണോ യാത്ര? അല്ല, സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല എന്നായിരിക്കും പറഞ്ഞു വരുന്നത്. ആട്ടെ, ചേച്ചിക്ക് സുദേവൻ അറിയാലോ? ഏത് സുദേവൻ? അത് ശരി, അപ്പൊ സുദേവൻ അറിയത്തില്ല. അപ്പിനി പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാവൂലല്ലോ. കഷ്ടം. ചേച്ചി, ഈ പേപ്പർ കണ്ട് സത്യമല്ലേ? കാൽമ വിടുന്നത് സത്യമല്ലേ? ഇത് എവിടെ നിന്ന് വരുന്നടാ? സതിമോക്ക് സ്വസ്ഥമായിട്ടൊന്ന് പഠിച്ചിട്ട് കിടക്കാൻ പറ്റില്ലെന്ന് വെച്ചാ തനിക്കവിടെ പോയി കിടക്കാൻ പറ്റേ? അല്ല, ഞാൻ പ്രഭാകരൻ, ഇതെന്റെ ഭാര്യ നളിനി. ചേച്ചിക്ക് പണിന്ന് പത്രത്തിൽ കണ്ടപ്പോ എന്റെ ചേച്ചി മാറിയില്ലേ? ചേച്ചി മാറിയില്ലേ? ഡൽഹിയിലോട്ട് പോണ വഴിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മാറണം. അതെ, എ സിയിലിരുന്ന് എനിക്ക് അധികം നേരം സംസാരിക്കാൻ പറ്റൂല. നമ്മുടെ യാത്ര ഫ്ലൈറ്റിലാണോ ട്രെയിനിലാണോ? അല്ല, ഷട്ടിൽ നിങ്ങൾക്ക് എടുത്തു വെച്ചായിരുന്ന അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം പറഞ്ഞ കേൾക്കില്ല. ഞാൻ തന്നെ എല്ലാത്തിനും വേണം. അതെ, നമുക്ക് കുളിക്കട്ടെ? കുളിച്ച് ഫ്രഷ് ആവണം. നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പൊ വരാം. അയ്യോ, ഇനി എന്റെ ജുബ്ബ എടുത്ത് കൊടുക്കുവോണ്ടേ. എന്തോന്നടാ മക്കളെ ഇത്? ഈശ്വര, ചേച്ചി. എനിക്ക് വയ്യ. അയ്യോ, ഇതെന്തിനു കാണിക്കണത്? അയ്യോ, പനി ജലദോഷം പിടിക്കൂലേ? എന്നാ രക്ഷപ്പെട്ടു ചേച്ചി. പനി വന്നാലേ ചികിത്സിക്കാൻ ഭിലായിൽ പോവാൻ പറ്റൂ. അത് ശരി, അപ്പൊ പനിക്ക് വേണ്ടിട്ടാണല്ലേ? അല്ലാതെ. ഈശ്വര, ഒരു ചെറിയ പനി പെട്ടെന്ന് വന്നെങ്കിൽ. അയ്യോ ഈശ്വര, ഭഗവാനെ, ഒരു ചെറിയ പനി പിള്ളേക്ക് പെട്ടെന്ന് കൊടുക്കണേ. ഇതാ,
ആ ഒഴുക്കി ചേച്ചി. പനി വരട്ടെ പനി വരട്ടെ ഭഗവാനെ പനി വരട്ടെ പനി വരട്ടെ ഒഴുക്കി. പനി വരും പനി വരും. ഇനി വെയിലത്ത് കുറച്ചു നേരം ഇരിക്കുമ്പോണ്ടല്ലോ നല്ല പനി വരും. ആണോ? കുട്ടി കുട്ടി ഞാൻ കുട്ടിയെ കാത്തു നിൽക്കായിരുന്നു. എന്താ അമ്മാവ? കുട്ടി ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. എങ്ങോട്ട്? അങ്ങോട്ട് എങ്ങോട്ട്? അവിടെ വീട്ടിലേക്ക്. എന്താ അമ്മാവ? അവിടെ ഉണ്ട്. അവിടെ ഉണ്ടെന്നോ? ആ. ആരുണ്ട്? ഛേ, അയാള് എന്റെ ശത്രു. അമ്മാവൻ തെളിച്ച് പറ. കുട്ടി അവിടെ ജയനുണ്ട്. ജയൻ. അതിന് കുട്ടി അങ്ങോട്ട് പോകണ്ട. അവൻ അക്രമിയാ, തന്റേടിയാ, വൃത്തികെട്ടവനാ, സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞുകൂടാത്തവനാ. അതുകൊണ്ട് കുട്ടി അങ്ങോട്ട് പോകരുത് പ്ലീസ്. അമ്മാവൻ എന്തൊക്കെയാ പറയണേ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കുട്ടി അങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ മഹാദുഷ്ടനാണ്. അവനാണ്, ഇവനാണ്, മറ്റവനാണ്, മറിച്ചവനാണ്, ചള്ളാണ്, ചെല്ലാണ്, മാടയാണ്, കോടയാണ്, ചപ്പാണ്, ചവറാണ്. അതുകൊണ്ട് കുട്ടി അങ്ങോട്ട് പോകരുത്. കുട്ടി പോകരുത്. കുട്ടി പ്ലീസ്. കുട്ടി കുട്ടി എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുവാണല്ലോ ഈശ്വര. കുട്ടി കുട്ടി ചേച്ചി ദേ 2 കലം ചോറും തീർന്നു. ഈശ്വര, കിടക്കാൻ സ്ഥലം കിട്ടില്ലെന്ന് പേടിച്ച് അമ്മ പുറത്തോടെ പോയിരിക്കുക. പുളിശ്ശേരി ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിക്കോട്ടെ. ഓ, പുളിശ്ശേരി. അയ്യോ, ചേച്ചി. പുളിശ്ശേരി രസമായി പോയമ്മാവാ. ആണോ? എന്നാൽ എനിക്ക് രസം മതി. വേണം. പൊതുജനത്തിനെ പറ്റിക്കാൻ പോയി എന്റെ ശിക്ഷയാ ദൈവം തന്നത്. ഒരു പനി വന്നപ്പോ ദൂര സ്ഥലത്ത് പോയേ ചികിത്സിക്കൂ. അവിടെ ലീലാവതി ചേച്ചിയെ പനി വരാൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പാവം, വരാൻ പോകുന്ന അത്യാപത്ത് എന്താണെന്ന് അവൾ അറിയുന്നില്ലല്ലോ. പനിയും പല്ലുവേദനയും ന്യൂമോണിയും ഒക്കെ എത്രയിടം വരെ വരുമെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് അങ്ങനാണോ? ചേച്ചി ഒത്തുവന്നൊരു ദൂരയാത്രയാ. ആദ്യം ഇതിനെയൊക്കെ എങ്ങനെയെങ്കിലും യാത്രയാക്കാൻ നോക്ക്. അത് മാത്രമല്ല, എനിക്കിപ്പോ പനി മാറി. മാറി, full മാറി. പുളിശ്ശേരി പറഞ്ഞിട്ട് സമയം കുറെ ആയി. അതെ, ഇപ്പൊ കൊണ്ടുവരാം. അമ്മാവൻ ചെന്നാട്ടെ. അമ്മാവനല്ല, ഓ ചിറ്റപ്പൻ, മകളെ ചിറ്റപ്പനാണ്. Yes, you are correct. ഏതപ്പനാലും അവിടെ ചെന്നിരുന്നാ മതി, കൊണ്ടുവരും. പോയാട്ടെ പോയാട്ടെ. ഇവിടെ എന്തൊരു കൊതുകല്ലേ. സത്യം പറഞ്ഞ കൊതുക് എനിക്കൊരു രസാ. അതിനെ പിടിച്ച് തിന്നുമായിരിക്കും. ഒരു ബലവാ. കൊടുക്ക്. പുളിശ്ശേരിയോ നീരസോ സാമ്പാറോ ഒക്കെ കൊണ്ട് കൊടുക്ക്. അയ്യോ, ഇതെന്താ ഡൈനിങ് ടേബിളിന്റെ മുകളിലാണോ കിടക്കാൻ പോന്നേ? അയ്യോ, ഇതിനൊന്നാമത് ബലം കുറവാ. എന്ത് ചെയ്യാം, അതിന്റെ ഒരു ശീലമായി പോയി. അതെ, രാത്രി 2 മണിയാവുമ്പോ ടേബിളിൽ നിന്ന് താഴൊരു വീഴ്ചയുണ്ട്. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാ. ഒക്കെ ഓരോ ശീലങ്ങളാ. ഒരു ദിവസം ഉരുണ്ട് വീണെങ്കിൽ പിറ്റേ ദിവസം എന്റെ പോക്ക. ഒരു ഉന്മേഷം കാണില്ലാന്നേ. ഇങ്ങനെ മണ്ണത്തെ പിടിച്ച പോലെ ഇരിക്കും. ചേച്ചിയുടെ മുറി ഒന്ന് നോക്കിയോ. അയ്യോ, എന്റെ ദൈവമേ, ഇനി അവിടെ എന്താണോ? നാരായണ ഭഗവാനെ, ഇന്നും വീഴ്ചേക്കണേ. പിന്നെ തറയില് തലവണ എന്തെങ്കിലും വെക്കണോ പ്രഭാരേട്ടാ? ഏയ്, വീഴുന്നതിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്താൻ പാടില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ദൈവമോ. അതാ സ്പെക്സ് അങ്ങ് വെച്ചേ. അയ്യോ, ഇവിടെ എന്താ? അതെ, ആഹാ, ഞങ്ങളിപ്പോ വലിയ ഐക്യത്തില്ല. വേണമെങ്കിൽ എവനെ ഇപ്പൊ തള്ളി താഴെ ഇട്ടിട്ട് എനിക്ക് കട്ടില് സുഖമായിട്ട് കിടക്കാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം നമ്മൾ നേടിയതെല്ലാം നമ്മൾ കൊണ്ടുവന്നതാണോ? നഷ്ടപ്പെടുന്നത് ഓർത്ത് എന്തിനും ദുഃഖിക്കണം. വായിച്ചതല്ലേ? ഒരുപാട് വായിച്ചിട്ടുണ്ടല്ലേ? വായിക്കണം, ഒരുപാട് വായിക്കണം. വായന നമ്മുടെ സമസ്ത ദുഃഖങ്ങളെയും ഇല്ലാതാക്കും. എന്റെ കാര്യം നേരെ മറിച്ച്. ഞാൻ വായിക്കും, പക്ഷെ ദുഃഖം കൂടും. അയ്യോ, ദുഃഖകഥകൾ വായിക്കരുത്. ദുഃഖകഥയല്ല, പിന്നെ? കടക്കാരുടെ ലിസ്റ്റ് വായിക്കുമ്പോഴാണ് ഞാൻ കരയണത്. അപ്പൊ പെങ്ങളെ കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അയ്യോ, ഇത് ചേച്ചിയുടെ മുറിയാ. ഇന്നലെ ചേച്ചി, ഇന്ന് ഞങ്ങൾ. മാറ്റം പ്രകൃതി നിശ്ചയമാണ് കുട്ടി. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യോ, കണ്ണു കാണാൻ വയ്യ. മാറി കിടക്കണേ. ലൈറ്റ് ഓഫ് ചെയ്താ ചേച്ചി. വാ. ചേച്ചി ചേച്ചി, ദേ, ഇത് കണ്ടോ? എന്നാ പിന്നെ ഈ വീഴ്ച ഒന്ന് കണ്ടേച്ചു പോ. ആരെങ്കിലും ഉരുണ്ട് വീഴുന്ന ജീവിതത്തിൽ ഇന്നേവരെ ലൈവിൽ ഞാൻ കണ്ടിട്ടില്ല. പോരട്ടെ ചേട്ടാ, ചേട്ടാ പോരട്ടെ പോരട്ടെ. അങ്ങനെ അയ്യോ ചേട്ടാ, ഈ ഒരു വീഴ്ച കാണുന്നതോടെ സകലമാന പ്രയാസവും മാറും. പോരേട്ടാ ചേട്ടാ, പോരേട്ടാ, ഞങ്ങളെ ആശിപ്പിക്കല്ലേ. ചേച്ചി, ഞാൻ തള്ളിയിരട്ടെ. അതിനൊരു ത്രില്ലില്ല.
സ്വാഭാവികതയോടെ വീണാലേ അതിനൊരു ത്രില്ലുള്ളൂ. പോരട്ടെ പോരട്ടെ. അയ്യോ പോയി. അയ്യോടാ, നീ അറ്റം വരെ എത്തുന്ന പോലൊക്കെ കാണിച്ചിട്ട് ആശിപ്പിച്ച് പറ്റിച്ച കള്ളൻ. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് വീണ് കഴിഞ്ഞല്ലോ. മനോഹരമായി ഈ കാഴ്ച നീ ഇല്ലാതാക്കിയല്ലോ ഈശ്വര. സാരമില്ല ചേച്ചി, നാളെ വീഴും. നമുക്ക് അപ്പൊ കാണാം. നാളെ ഇയാൾ വീഴുന്നവരെ ഞാൻ മാറത്തില്ല. വേണ്ട. ആഹാ, പറ്റിച്ചു കളഞ്ഞു.